ഹലോ ഹായ് നമസ്തേ. ഗലീലിയോ എന്ന പാഠഭാഗം നമുക്ക് നോക്കിയാലോ. നമ്മുടെ 4ാമത്തെ യൂണിറ്റിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗലീലിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമിൽ വരുന്ന സമയത്ത് ഗലീലിയോ പാഠഭാഗം വളരെ ഈസിയാണ്. ഗലീലിയോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഗലീലിയോയുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ സയൻസിൽ മാത്സിന്റെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ആരാണ് കൊണ്ടുവന്നത്? ഗലീലിയോ തന്നെയാണ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതാണ് ഗലീലിയോ ആണ്. പെൻഡുലത്തിന്റെ നിയമം ഗലീലിയോ ആണ്. സോ ഒരുപാട് ഗലീലിയോയുടെ സയൻസിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. സോ ഗലീലിയോ എന്ന പാഠഭാഗം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എങ്ങനെയാണ് ये लेख महान वैज्ञानिक गैलीलियो के जीवन के महत्वपूर्ण घटनाओं को वर्णन करते हैं. വളരെ മഹത്തരമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗലീലിയോയുടെ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവിടെ എന്താണ്? बचपन से ही गलीलियो हर बात को तर्क और सबूत की कसौटी पर परखते थे എന്നാണ് പറയുന്നത്. ചെറുപ്പം തൊട്ടേ ഗലീലിയോ എന്താണ് പറയുന്നത്? സത്യത്തിലേക്കും സത്യം അന്വേഷിക്കുന്നതിലും എല്ലാ പറയുന്ന കാര്യങ്ങൾ സബൂത്ത് വിശ്വാസം എങ്ങനെയാണ് തെളിവിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ തർക്കത്തിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ രീതിയിൽ അതിനെ കണ്ടുപിടിക്കാനും ഓക്കെ അവരെല്ലാവരും പറയുന്നത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ തെളിവിലോടുകൂടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചത് എന്നാണ് നമുക്കിവിടെ ഗലീലിയോയുടെ ചെറുപ്പം മുതലേ ഗലീലിയോ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. പിതാ ദ്വാര ഡോക്ടറി പഠനെ भेजे जाने के बावजूद उनकी रुचि विज्ञान में थी. പിത എന്താണ്? അച്ഛൻ അദ്ദേഹത്തിന്റെ ഡോക്ടറി സയൻസ് അതായത് ഡോക്ടറി പഠിക്കാൻ വിട്ട സമയത്ത് അദ്ദേഹത്തിന്റെ രുചി എതിരാണ് സയൻസിലായിരുന്നു എന്ന് നമുക്ക് കാണാം. उन्होंने अपने पिता को सच को रास्ते पर चलने की बात कहकर विज्ञान पढ़ने के लिए मना लिया എന്നാണ് പറയുന്നത്. और अपने पिता को सच के रास्ते पर चलने की बात कहकर ഓക്കെ അതായത് അച്ഛനോട് പറയാണ് സത്യമായിട്ടുള്ള അച്ഛൻ പറഞ്ഞൊരു കാര്യമല്ലേ എന്നോട് ഇപ്പോഴും സത്യം മാത്രം പറയണം. അപ്പൊ ഞാൻ പറയാണ് എന്തിനാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. ഈശ്വരനോട് പോലും എന്താണ് കള്ളം പറയേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ആ ഒരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ദൈവത്തിനോട് പോലും പേടിക്കണം എന്ന് അച്ഛൻ പഠിപ്പിച്ചല്ലേ. അപ്പൊ ഞാനെന്തിനാണ് പറയുന്നത്? എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എന്താണ് ഡോക്ടർ പഠിക്കാൻ ഇഷ്ടമില്ല, മറിച്ച് എനിക്ക് സയന്റിസ്റ്റ് ആവാനാണ് ഇഷ്ടം എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനത് സമ്മതിച്ചു. ഓക്കെ അച്ഛനത് എന്ത് ചെയ്തു? ഓക്കെ വിജ്ഞാൻ പഠനേക്കിലെ മനാലിയ ഓക്കെ ओके मान लिया. तो यस അടുത്തതാണ് उनकी सबसे महत्वपूर्ण खोजों में से एक है എന്താണ്? പെൻഡുലം കെ നിയം की थी. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിൽ ഒന്നായിരുന്നു എന്താണ്? പെൻഡുലത്തിന്റെ ഓക്കെ खोज എന്ന് പറഞ്ഞ അന്വേഷണം. അദ്ദേഹം പെൻഡുലത്തിന്റെ കണ്ടുപിടുത്തമാണ് ഗലീലിയോ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായ ഒന്നത്. അതുപോലെ തന്നെ ചർച്ച് में एक झूलते हुए फानुस को देखकर उन्होंने पाया कि झूले का समय उसकी धुरी पर निर्भर नहीं करता बल्कि एक समान रहता है. उस समय घड़ियों नहीं थी എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താണ്? ജൂലില്ല നമ്മളെ മേലെയുള്ള ആ ഒരു ഫാനൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു തൂക്കുവിളക്കിന്റെ ആട്ടമില്ലേ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? ഒരിക്കലും ആ ഒരു തൂക്കുവിളക്കിന്റെ വെയിറ്റ് അല്ല, മറിച്ച് ആ കയറിന്റെ ലെങ്ത്തിനാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. इसलिए എന്താണ് यस इसलिए उन्होंने अपनी नब्ज की धड़ से समय का सटीक अंदाजा लगाया. നബ്ജ് അദ്ദേഹം എന്ത് ചെയ്തു? ഞാടി ഞരമ്പിന്റെ ആ ഒരു ഇടുപ്പിലൂടെ അദ്ദേഹം സമയം കണ്ടെത്തി, സമയത്തിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി നമുക്ക് കാണാം. बाद में प्रयोगों से उन्होंने सिद्ध किया कि पेंडुलम के झूलने का समय केवल उसकी ढोरी की लंबाई पर निर्भर करता है. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പിന്നീടാണ് ആ സമയത്ത് ക്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെയാണ് ഇതിന്റെ സമയം ഓസിലേഷൻ കണ്ടുപിടിക്കാൻ. പക്ഷേ അദ്ദേഹം പിന്നീട് കണ്ടെത്തി എന്താണ്? നബ്ജിന്റെ ആ നാടിടുപ്പിലൂടെ പിന്നീട് അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യമാണ് കയറിന്റെ ലെങ്ത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറിച്ച് ആ വെയിറ്റിലല്ല എന്ന് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് അല്ല. അദ്ദേഹം കല്ല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അദ്ദേഹം കണ്ടെത്തിയതാണ് എന്താണ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ ഗോലോं की वजन पर नहीं, ഗോൾ എടുക്കുന്ന ഗോളിന്റെ വജൻ വെയിറ്റിലല്ല. इसी सिद्धांत पर आज दुनिया पर सभी घड़ियों काम करती है. ഇന്ന് കാണുന്ന എല്ലാ ക്ലോക്കും എന്താണ്? ഈ ഒരു നിയമത്തിലാണ് എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഗലീലിയോ ने ही पहली बार विज्ञान से प्रयोग और गणित को महत्व दिया. ഇതും കൂടെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗലീലിയോ ആണ് സയൻസിൽ ആദ്യമായിട്ട് എന്താണ് വിജ്ഞാൻ മേ പ്രയോഗ് എക്സ്പെരിമെന്റ് ആണ്. സയൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ ഗണിത് കോ മഹത്വ ദിയ. മാത്സ് ഒക്കെ സയൻസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് ഗലീലിയോയുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. जिसमें उन्होंने आधुनिक विज्ञान का खोज करता माना जाता है. ഓക്കെ മോഡേൺ സയൻസിന്റെ ആ ഒരു खोज करता എന്ന രീതിയിൽ ആരെയാണ് ഗലീലിയോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് ഗലീലിയോ എന്ന പാഠഭാഗം മനസ്സിലാക്കി വെച്ചോളൂ. ഗലീലിയോ എന്ന ബാലന്റെ മുതൽ അദ്ദേഹം വലുതായ വരെ അദ്ദേഹത്തിന്റെ സയൻസിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ക്രേസ് ആയാലും ഒരു ത്വര എന്നൊരു സാധനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അദ്ദേഹം ആൾക്കാർ പറയുന്നത് വിശ്വസിക്കുന്നില്ല, മറിച്ച് സബൂത്തും അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് പ്രയോഗമാണ്. വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹെ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. വിജ്ഞാൻ സയൻസ് എന്ന് പറഞ്ഞത് പ്രയോഗ് എക്സ്പെരിമെന്റ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം പോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞ് വിശ്വസിക്കേണ്ട ആവശ്യം, നിങ്ങളും അത് എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാം നല്ലൊരു ഫ്യൂച്ചറിലുള്ള നല്ല നല്ല സയന്റിസ്റ്റിനൊക്കെ വാർത്തെടുക്കാൻ സാധിക്കുന്നത്. ഇതുപോലെയാണ് എപ്പോഴും ക്വസ്റ്റ് ചെയ്യണം. ഓക്കെ എല്ലാ കാര്യത്തിലൂടെ ചോദ്യം നിങ്ങൾ എപ്പോഴും വെക്കണം. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ റെഡിയാണ്. ഗലീലിയോ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചോളൂ. ആ ഗലീലിയോ ദിവസത്തെ പോസ്റ്ററൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. സോ ഇതിൽ ഞാൻ പറയുന്നത് എന്താണ്? നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1ാമത്തെ മുതൽ 5ാമത്തെ യൂണിറ്റ് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ഈസി 2 minute സമ്മറി നമ്മുടെ ചാനലുകളിൽ അവൈലബിൾ ആണ്.
ജസ്റ്റ് SLC ഹിന്ദി ചാനൽ എന്ന് അടിച്ചാൽ മാത്രം മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക, SLC ഹിന്ദി ചാനൽ എന്ന് യെസ് അടിച്ചാൽ മതി. വാട്സപ്പ് ചാനൽ അടിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചുതരാം. SLC നിന്ന് അയക്കണം, കാരണം ഒരുപാട് കുട്ടികൾ വരുന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചാനലിൽ ലിങ്ക് അയച്ചുതരാം. സോ എല്ലാം ഡ്രൈവിൽ റെഡിയാണ്. നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോയിട്ട് ഡ്രൈവിൽ പോയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഈസി സമറി മലയാളം ഹിന്ദി പഠിച്ചിട്ട് നാളെ എക്സാമിന് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. तो बच्चों मिलते हैं. थैंक यू. जय हिंद.